പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, 4ാം ക്ലാസ് വാർഷിക പരീക്ഷ ഖുർആൻ വൽ ഹിഫ്ള് എങ്ങനെയാണ് അതുണ്ടാവുക? ഏത് സൂറത്താണ് ഖുർആനിൽ നിന്ന് പഠിക്കേണ്ടത്? ഹിഫ്ളുകൾ ഏതൊക്കെ സൂറത്തുകൾ പഠിക്കണം? അതുപോലെ തന്നെ മറ്റേതെങ്കിലും ദിക്റുകൾ പഠിക്കാനുണ്ടോ? ഏത് രൂപത്തിലാണ് ഹിഫ്ളിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവുക? എല്ലാം കൃത്യവും വ്യക്തവും വളരെ സിമ്പിളായി മനസ്സിലാകുന്ന രൂപത്തിലുള്ള നല്ല വീഡിയോ ആണ്. മുഴുവനായി കാണുകയാണെങ്കിൽ ഖുർആൻ ഹിഫ്ളിൽ നമുക്ക് മുഴുവൻ മാർക്കും നേടാൻ കഴിയും. നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ അറിയിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഖുർആൻ പരീക്ഷയുടെ വിശദീകരണത്തിലേക്ക് വരാം. പാദവാർഷികവും അർദ്ധവാർഷികവും പരീക്ഷ തെദ്രീബു തിലാവ എഴുതിയവരാണ് നമ്മൾ. അതിലെങ്ങനെയായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്? തെദ്രീബു തിലാവയിൽ നിന്ന് ഒരു 20 മാർക്കിൻ്റെ ചോദ്യങ്ങളും 30 മാർക്കിന് ഖുർആൻ പരീക്ഷയുമാണ് ഉണ്ടാവുക. അങ്ങനെ 50 മാർക്ക്, പിന്നെ ഒരു 50 ഹിഫ്ളിലും, ഇങ്ങനെ 100 മാർക്കാണ് രണ്ടിനും കൂടെ വന്നിരുന്നത്. വാർഷിക പരീക്ഷയ്ക്കും അങ്ങനെ തന്നെയായിരിക്കും. തെദ്രീബു തിലാവയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് 20 മാർക്കും ഖുർആൻ പരീക്ഷയ്ക്ക് 30 മാർക്കും, അങ്ങനെ 50 മാർക്കായിരിക്കും ഉണ്ടാവുക. ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം, എന്നാലും ഏകദേശ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇനി ഖുർആൻ പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ള ഭാഗം ഏതാണ്? ഈ വർഷം ആരംഭിച്ചത് സൂറത്തുൽ ഫുർഖാൻ മുതലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അവിടെ മുതൽ അവസാനം നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവുക സൂറത്തുൽ ഫുസ്സിലത്താണ്. ഈ ഫുസ്സിലത്ത് വരെയുള്ള സൂറത്തുകൾ ഇതിൽ നിന്ന് എവിടുന്നും ചോദിക്കാം. സമസ്ത എങ്ങനെയാണോ കൊടുത്തയക്കുന്നത് ആ രൂപത്തിൽ ചോദ്യം വന്നേക്കാം. ഒരിക്കലും ഇന്ന സൂറത്ത്, ഇന്ന ഭാഗം, പേജ് എന്നൊരാൾക്കും പറയാൻ കഴിയില്ല. അത് നാളെ പേപ്പർ പൊട്ടിക്കുമ്പോൾ മാത്രമേ തിരിയുകയുള്ളൂ. പക്ഷേ ഏത് ഭാഗത്ത് നിന്ന് ചോദിച്ചാലും നല്ല രൂപത്തിൽ ഓതിക്കൊടുക്കാൻ പാകത്തിന് നിയമങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. എന്നിട്ട് നല്ല രൂപത്തിൽ അക്ഷരങ്ങളും മഖ്റജുകളും മദ്ദും ഷദ്ദും എല്ലാം നല്ല രൂപത്തിൽ ശ്രദ്ധിച്ച് നമ്മൾ ഓതിക്കൊടുത്താൽ നമുക്ക് ഖുർആൻ തദ്രീബിൽ 50 നേടാൻ കഴിയും. നമുക്കൊരു മോഡൽ ചോദ്യപേപ്പർ വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെക്കൊണ്ടും താഴെ പറയുന്നവ മുസ്ഹഫിൽ നോക്കി ഓദിക്കുക എന്നായിരിക്കും ചോദ്യപേപ്പറിൽ ഉണ്ടാവുക. ഒന്നാമത്തെ ചോദ്യം, സൂറത്തുൽ ഗാഫിറിൽ നിന്ന് ആദ്യത്തെ 3 ആയത്തുകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ മറ്റേതെങ്കിലും സൂറത്തുകളായിരിക്കും, ചിലപ്പോൾ ഈ സൂറത്ത് തന്നെയായിരിക്കും. അപ്പോൾ എന്നിരുന്നാലും ഏറെക്കുറെ സൂറത്തിൻ്റെ ആദ്യത്തിൽ നിന്ന് തന്നെയാണ് വരാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. എല്ലാ സൂറത്തിൻ്റെയും ആദ്യത്തെ പേജ് നന്നായി ഓതുന്നവർക്ക് ഉസ്താദ് ഓതിക്കൊടുക്കുമ്പോൾ ധൈര്യത്തോടെ ഓതാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് പരിശീലിച്ച് നോക്കാം. ചിലപ്പോൾ ആ രൂപത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓഫിറാണ്. അപ്പോൾ നമുക്ക് എടുത്ത ഭാഗം ഫുസ്സിലത്ത് വരെയാണ്. ഈ സൂറത്തുകളുടെ ആദ്യത്തെ പേജൊക്കെ ഒന്ന് നന്നായി ഓതി വെക്കുക. ഇനി ഈ പറഞ്ഞ ഭാഗം നമ്മൾ ഓതി കൊടുക്കുമ്പോൾ ഉസ്താദ് നമുക്ക് എങ്ങനെയാണ് മാർക്കിട്ട് തരിക? ഉസ്താദിന് കൃത്യമായി മാർക്കിടാനുള്ള കോളവും നമ്മുടെ ആൻസർ ഷീറ്റിലുണ്ടാകും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേപ്പർ കിട്ടാറില്ലേ? അതിൻ്റെ അപ്പുറത്ത് ഖുർആൻ ഹിഫ്ള് എന്ന ഭാഗത്ത് കൃത്യമായിട്ട് നമ്മൾ ഓതിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഓരോ പെട്ടിയിലാക്കി മാർക്ക് കൊടുത്തിട്ടുണ്ടാകും. ആ പറഞ്ഞത് കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ചാണ് ഓതുന്നതെങ്കിൽ അതിന് നിർദ്ദേശിച്ച മാർക്ക് നമുക്ക് ഉറപ്പായും ഉസ്താദ് തരും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം നടത്തിക്കൊടുത്താൽ 20 മാർക്കാണ്. അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും കൃത്യമായി അത് പുറപ്പെടുവിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, മഖ്റജുകളുണ്ട്. അവിടെ നിന്ന് തന്നെ നമ്മളതിനെ പുറപ്പെടുവിക്കുക. ഓയിന്, ഐന് ഇതൊക്കെ രണ്ടും ഒന്നാവുക, അല്ലെങ്കിൽ ഹ, ആ ഇതൊക്കെ ഒരേപോലെ. അപ്പോൾ ഓരോന്നിനും ഓരോ മഖ്റജുണ്ട്. ഈ മഖ്റജൊക്കെ ശ്രദ്ധിച്ച് അൽഹംദു, അൽഹ എന്ന് പറയരുത്, അൽഹ. ഇതേപോലെ എല്ലാ അക്ഷരങ്ങളും നല്ല രൂപത്തിൽ ശ്രദ്ധിച്ചങ്ങ് ഓതി കൊടുക്കുക. പിന്നെ ഇങ്ങനെ നിർത്തി അൽഹംദു ലില്ലാഹി റബ്ബി ആലമീൻ എന്ന ശൈലി വിട്ടിട്ട് ഒരു സ്ലോവിൽ ഇങ്ങനെ ഖുർആൻ നമുക്ക് ഉസ്താദ് ഓതിത്തന്ന ആ ശൈലി ഉണ്ടല്ലോ, ആ ശൈലിയിൽ ഇങ്ങനെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വളരെ ഉഷാറായിക്കൊണ്ട് പരമാവധി ഉസ്താദ് ഓതി തന്ന ആ ശൈലിയിൽ തന്നെ കൃത്യമായി മനോഹരമായി ഓതി കൊടുക്കുക. 20 മാർക്കാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ വളരെ സ്പീഡിൽ ഓതാൻ പാടില്ല. ഇടർച്ചയില്ലാത്ത പാരായണം എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് വളരെ സ്പീഡിൽ എന്താണെന്ന് ഉസ്താദിന് തന്നെ തിരിയാത്ത രൂപത്തിലുള്ള ഓത്താവരുത്. വളരെ സാവധാനം മഖ്റജുകളൊക്കെ ശ്രദ്ധിച്ച് അക്ഷരശുദ്ധിയോടുകൂടെ ഓതിക്കൊടുക്കുക. അപ്പം നമുക്ക് ഉസ്താദ് 20 മാർക്ക് ആ കോളത്തിലിട്ടൊരു ഈ ഓതിക്കൊടുക്കുന്നതിൽ തന്നെ
മദ് മുത്തസിലും ഉണ്ടാകും, മദ് മുൻഫസിലും ഉണ്ടാകും. ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കും. നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ട്, മദ് മുത്തസിലിനെ നിങ്ങൾ നീട്ടുന്നുണ്ട്, മുൻഫസിലിനെ നീട്ടുന്നുണ്ട്, അതിൻ്റെ കണക്കനുസരിച്ചൊക്കെ നിങ്ങൾ നീട്ടുന്നുണ്ട് എങ്കിൽ അപ്പുറത്തെ കള്ളിയിലും 5 മാർക്കിടും. അങ്ങനെ ഖുർആനിൽ 30 മാർക്ക്, തദ്രീബ് തിലാവയിൽ 20 മാർക്കും നമുക്ക് നേടാൻ കഴിയും. ഇവിടെ മദ് മുത്തസിൽ മുൻഫസിൽ എന്നുള്ളതൊരു ഉദാഹരണം മാത്രമാണ്. ചിലപ്പോൾ അത് ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ഇദ്ഗാം, ഇൽഹാർ, ഇഖ്ഫാഹ്, മദ് ലീന്, അതുപോലെ തന്നെ ആരിൽ, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി വെക്കുക. ആയത്തിൽ വരുമ്പോൾ അത് അവിടെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് ഓതി കൊടുക്കുക. അപ്പോൾ ഉസ്താദിന് മനസ്സിലാകും, ഇവന് എല്ലാ നിയമങ്ങളും പഠിച്ചവനാണ് എന്ന് ഉസ്താദിന് തോന്നും. അവിടെ ഒന്ന് ഉറക്കെ ഓതി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഉഷാറായിട്ടൊന്ന് ഓതി കൊടുത്താൽ ഉസ്താദിന് മനസ്സിലാവും ഇവൻ ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഏത് വേണമെങ്കിലും ഇവിടെ ഈ മദ് മുത്തസിലിൻ്റെ മുൻഫസിലിൻ്റെ സ്ഥാനത്ത് വരാം. എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഹിഫ്ളിലേക്ക് വരുമ്പോൾ മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനഃപ്പാഠം ഓദിക്കുക എന്നതാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ സൂറത്തുകളാണ് നമുക്ക് മനഃപ്പാഠമാക്കാനുള്ളത്. സൂറത്തുൽ ബയ്യൻ ഉണ്ടായിരുന്നു ആദ്യം, ലം യക്കുനി. അതുപോലെ തന്നെ സൂറത്തുൽ അലഖ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അഅല സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന്, ഓഷിയ, അൽഹതാക് ഹദീസുൽ ഓഷിയ, പിന്നെ അഷംസ് വഷംസി വല്ലുഹാഹ, വല്ലൈലി ഇദാ യഗ്ഷ എന്ന ലൈല് സൂറത്ത്, പിന്നെ ആയത്തുൽ കുർസി. അത് സൂറത്തല്ല, ബഖറയിലെ ആയത്താണ് ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ, നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, എല്ലാം പഠിച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ ആമനു റസൂൽ, ബഖറയിലെ മറ്റൊരു ആയത്താണ് ആമനു റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി എന്ന് തുടങ്ങുന്ന ആയത്ത്. പിന്നെ ഏറ്റവും അവസാനം എടുത്ത ലൗ അൻസൽന, സൂറത്തു ഹശ്റിലെ 20 മുതൽ 24-ാമത്തെ ആയത്ത് വരെ, വഹുവൽ അസീസുൽ ഹക്കീം വരെയുള്ള ആ ഭാഗമാണ് ലൗ അൻസൽനയിൽ വരുന്നത്. അവസാനം ഉള്ള ഇഫ്ലിൻ്റെ ഭാഗമായതുകൊണ്ട് അത് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. മോഡൽ ചോദ്യപേപ്പർ വായിക്കുമ്പോൾ ഒന്ന് ആമന റസൂലു ലാ യുകല്ലിഫു മുതൽ അവസാനം വരെയാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന് തുടങ്ങിയിട്ട് അതിൻ്റെ അവസാനം വരെ ഓതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആമന റസൂൽ മുഴുവനായി തന്നെ പഠിച്ചു വെക്കുക. പിന്നെ റബ്ബന ലാ തജ്അൽന മുതൽ മിനൽ ഖൗമിൽ കാഫിരീൻ വരെയും, അത് ഓരോ പാഠത്തിൻ്റെയും അദ്ദുആഉ മിനൽ ഖുർആൻ, ഖുർആനിലെ ദുആ എന്നൊരു ഭാഗമുണ്ട്. അത് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ നിന്നൊരു ചോദ്യം 20 മാർക്കിനുണ്ടാകും. ഹിഫ്ളിൻ്റെ സൂറത്തിന് 30-ഉം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വരുന്ന ആ ഖുർആനിലെ ദുആഇന് 20 മാർക്കും, ടോട്ടൽ 50 മാർക്കാണ്. മറ്റൊരു ദിക്റുകളും ഖുർആൻ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചതോ അല്ലെങ്കിൽ നിസ്കാരത്തിലുള്ളതോ ആയ ദിക്റുകളൊന്നും നമ്മൾ പഠിക്കേണ്ട. തദ്രീബു തിലാവയിലെ പാഠഭാഗങ്ങളിലെ അവസാനത്തിലുള്ള ദുആ മാത്രം പഠിച്ചാൽ മതി. അത് തന്നെ ഉറപ്പായും ചോദിക്കുകയുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചാൽ മുഴുവൻ മാർക്കും നേടാം. തദ്രീബു തിലാവയുടെ മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടുത്തിയ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിലുണ്ട്. നിർബന്ധമായും അതും കണ്ടിരിക്കണം. എന്നാലേ നമുക്ക് രണ്ടിലും 50-50 വാങ്ങാൻ കഴിയുകയുള്ളൂ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ അൽഹംദുലില്ലയോ ആമീനോ മറ്റെന്തെങ്കിലും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. അല്ലാഹു തആല കമൻറ്റിൽ ആമീൻ എഴുതുന്നവർക്കൊക്കെ നല്ല വിജയം അല്ലാഹു തആല കൊടുക്കട്ടെ. മുഴുവൻ മാർക്കുമുള്ള വിജയം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആമീൻ. നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.